നമസ്കാരം. വാട്സാപ്പ് ചാറ്റ് ബാക്കപ്പ് ഇനി നേരെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ തന്നെ അങ്ങനെയുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വാട്സാപ്പ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സ്റ്റോറേജ് സ്പേസ് ഉപയോഗിച്ചാണ് വാട്സാപ്പ് ഗൂഗിൾ ഡ്രൈവിലേക്ക് ചാറ്റ് ബാക്കപ്പുകൾ നടത്തുന്നത്. ഗൂഗിൾ ഫോട്ടോ, ജിമെയിൽ എന്നിവ കൂടാതെ വാട്സാപ്പിലെ വിവരങ്ങളും ഇനി മുതൽ ഡ്രൈവിൽ ഇടം പിടിക്കും. ഇത് ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പുതിയ ഫോണിലേക്ക് മാറുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി വരുന്നത്. അതായത് നമ്മളൊരു പുതിയ ഫോൺ എടുക്കുമ്പോൾ ബിൽറ്റ് ഇൻ വാട്സാപ്പ് ചാറ്റ് ട്രാൻസ്ഫർ ടൂൾ ഉപയോഗിക്കാൻ അവസരമുണ്ട്. ഇതിന് പഴയ ഫോണും പുതിയ ഫോണും വൈഫൈ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. വാട്സാപ്പ് ചാറ്റ് ഹിസ്റ്ററി ബാക്കപ്പ് ചെയ്യുമ്പോൾ ചിത്രങ്ങളും വീഡിയോകളും ഒഴിവാക്കുക എന്നതും ലഭ്യമായ ഒരു ഓപ്ഷനാണ്. ഇതിനായി വാട്സാപ്പ് സെറ്റിംഗ്സ്, ചാറ്റുകൾ, ബാക്കപ്പ് എന്നതിലേക്ക് പോയി വാട്സാപ്പ് ഗൂഗിൾ ഡ്രൈവിൽ ബാക്കപ്പ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാകും. ഗൂഗിൾ ഡ്രൈവ് ചാറ്റ് ബാക്കപ്പ് പ്രക്രിയയിലാണെങ്കിൽ നിങ്ങളുടെ ചാറ്റുകളും മീഡിയയും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സ്റ്റോറേജിലേക്ക് ബാക്കപ്പ് ചെയ്യുക. വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവ ഒരു പുതിയ ഫോണിൽ പുനഃസ്ഥാപിക്കാം. ഇങ്ങനൊരു ഓപ്ഷൻ അതിനകത്ത് ലഭിക്കും. ഒരു നോട്ടിഫിക്കേഷനായിട്ടായിരിക്കും വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആൻഡ്രോയിഡ് ഫോണിലെ നിയർ ബൈ ഷെയറിന് സമാനമായ ഫീച്ചർ വാട്സാപ്പ് പുറത്തിറക്കിയത്. അത് മറ്റൊരു പുതിയ സൗകര്യമാണ്. അതായത് ഉപയോക്താക്കളുടെ സമീപമുള്ള വ്യക്തികളുമായി വേഗത്തിൽ ഫയൽ കൈമാറാൻ സഹായിക്കുന്ന അപ്ഡേറ്റ് ആണ് വാട്സാപ്പ് അവതരിപ്പിച്ചത്. ഫോൺ ഷെയ്ക്ക് ചെയ്ത് അഭ്യർത്ഥന അയച്ചാൽ ഫയൽ കൈമാറാനുള്ള ഓപ്ഷൻ വിസിബിൾ ആകും. ഫോണിലുള്ള നമ്പറിലേക്ക് മാത്രമേ ഫയൽ അയക്കാൻ കഴിയൂ. വാട്സാപ്പിലെ ടെക്സ്റ്റ് മെസ്സേജുകൾക്കും ഫോൺ കോളുകൾക്കും സമാനമായ രീതിയിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പ്രൊട്ടക്ഷനിലാണ് പുതിയ ഫീച്ചറിനെയും പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ സേവനം വർഷങ്ങളായി ലഭ്യമാണ്. എന്നാൽ അത്യാധുനിക സുരക്ഷയൊരുക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പ്രൊട്ടക്ഷനോടെ ഫയലുകൾ കൈമാറാനാവുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഫീച്ചർ നിലവിൽ പരീക്ഷണത്തിലാണ്. ഭാവിയിൽ അപ്ഡേറ്റുകൾ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്.